സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒരു വായു രോഗത്തെക്കുറിച്ചാണ്. അതിന്റെ പേരാണ് ഓറൽ ത്രഷ്. ഓറൽ ത്രഷ് എന്നത് വായ്ക്കകത്തു അകത്തു കാണുന്ന ഒരു ഫംഗസ് അണുബാധയാണ്. ഇത് കാൻഡിഡ ആൽബിക്കൻസ് എന്നുള്ള ഒരു ഫംഗസ് മൂലമാണ് സംഭവിക്കുന്നത്. ഇതൊരു ബാക്ടീരിയ അല്ല, ഫംഗസ് ആണ്. അത് ഓർക്കുക. ഓറൽ ത്രഷിന് പല കാരണങ്ങളുണ്ട്. ദുർബലമായ പ്രതിരോധ ശക്തിയുള്ള കുട്ടികളിൽ ഈ ഫംഗസ് എളുപ്പം വളരാം. പ്രസവ സമയത്ത് വജൈനൽ ത്രഷ് ഉണ്ടെങ്കിൽ പ്രസവദ്വാരത്തിലൂടെ നവജാത ശിശുവിന് അത് പകരാം. ദീർഘകാലം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്ന കുട്ടികളിലെ നല്ല ബാക്ടീരിയാസ് നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കാൻഡിഡ ഫംഗസ് ഗ്രോ ചെയ്യാൻ ഇടയാക്കും. ഇന്ത്യയിലെ യൂസ് ചെയ്യുന്ന ആസ്മാറ്റിക് പേഷ്യൻസിലാണ് ഇതിന്റെ റിസ്ക് ഏറ്റവും കൂടുതൽ. ഓറൽ ത്രഷിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് വായ്ക്കകത്ത് മോണയിൽ, കവിളിൽ, നാക്കിൽ വെള്ള നിറത്തിലുള്ള പാൽക്കട്ട പോലുള്ള പാടുകൾ കാണാം. ഇവ തുടച്ചാൽ ചോര വരും. ചുവന്ന പാടുകൾ ഉണ്ടാകും. ഓറൽ ത്രഷ് കാരണം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമുള്ള ബുദ്ധിമുട്ട്. കുട്ടികളിൽ തുടർച്ചയായ കരച്ചിലും ദേഷ്യവും കാണപ്പെടും. അതുകൂടാതെ മുല കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓറൽ ത്രഷിന്റെ ബുദ്ധിമുട്ട് കാരണം മുലകുടി നിർത്തിയേക്കാം. ഇത് കാരണം പോഷകാഹാരക്കുറവിലേക്ക് നയിക്കുകയും ശരീരഭാരം കുറയുകയും ചെയ്യും. ഡോക്ടർ നൽകുന്ന ആന്റി ഫംഗൽ മെഡിക്കേഷൻസ് നിസ്റ്റാറ്റിൻ ആൻഡ് ഫ്ലൂക്കനസോൾ. ഡോക്ടറിന്റെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായി ഫോളോ ചെയ്യുക. ഫീഡിംഗ് മദർ ആണെങ്കിൽ അവരും ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും. ഓറൽ ത്രഷിന്റെ നിവാരണത്തിനായിട്ട് ഇക്കാര്യങ്ങൾ ചെയ്യുക. ഓരോ തവണ കുട്ടി ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കുക. കൃത്രിമമായിട്ടുള്ള ഫീഡിംഗ് ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുക. അതുപോലെ കുട്ടി ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങളും നമ്മൾ അണുവിമുക്തമാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അമ്മ ശുചിത്വം പാലിക്കുക. ഓർക്കുക, ആദ്യം ഡോക്ടറെ കാണുക. ആരോഗ്യകരമായിട്ടുള്ള ഭാവിയെ ഉറപ്പാക്കുക.